എൻ്റെ പേര് പുരുഷോത്തമ കമ്മത്ത്. ഞാൻ ജനിച്ചത് തന്നെ ഒരു കർഷക കുടുംബത്തിലാണ്. അച്ഛൻ നല്ലൊരു കർഷകനായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിലിങ്ങനെ കൃഷിയോടും ഈ പച്ചപ്പോടും ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ ഏകദേശം 12 കൊല്ലം കനറ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 72 മുതൽ 84 വരെ ബാങ്കിലായിരുന്നു. ബാങ്കിലെ ജോലി രാജിവെച്ചുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അന്ന് നമുക്കറിയാം, അന്ന് ഒരേ സസ്യങ്ങളെപ്പറ്റി ഇങ്ങനെ ഇന്ന സസ്യം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇല്ലാതെ, അപ്പോൾ അങ്ങനെ കുറച്ചെങ്കിലും സംരക്ഷിക്കുക എന്നുള്ള ഇതിലാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അന്ന് ഏകദേശം എൻ്റെ മനസ്സിലെ ഒരു 10-100 വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സസ്യങ്ങൾ ഛേദിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും, ഏകദേശം 3000-ഓളം വെറൈറ്റി സസ്യങ്ങൾ എൻ്റെ ശേഖരത്തിലുണ്ട്. അതിൽ പലതും വംശനാശം സംഭവിച്ചതൊക്കെയാണ്. അത് കഴിഞ്ഞ വർഷം നമ്മുടെ കൺസർവേറ്റർ വന്നപ്പോൾ വനത്തിൽ പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഏകദേശം 10-250 സസ്യങ്ങളിലെ മരങ്ങളിലായിട്ട് പേര് തന്നിരുന്നു. അതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നും ഞാൻ പലതും നശിച്ചുകൊണ്ടിരിക്കുന്ന സസ്യങ്ങളാണ് ഇന്നും ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇന്നത്തെ പോലെ ബാക്കി സൗകര്യങ്ങളൊന്നുമില്ല. ഇന്ന് ഫേസ്ബുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഒരു സസ്യം ഇവിടെ നിന്നിപ്പോൾ മറ്റേ കോഴിക്കോടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സസ്യത്തിന് വേണ്ടി തന്നെ യാത്രകൾ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെയുള്ള പേരുകളല്ല വേറെ നാട്ടിൽ പറയപ്പെടുന്നത്, അത് ഒരു വിളിപ്പേര് വേറെയാണ്. അങ്ങനെ ഒത്തിരി യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതായത് പിന്നീട് എൻ്റെ മനസ്സിൽ വന്ന ആശയം ഇതൊരു കാവ് അല്ലെങ്കിൽ കാടാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം നമ്മൾ കാവുകളെല്ലാം നശിപ്പിച്ച് പലതും അതിൻ്റെ ദുരനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാടായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാം. ഈ അടുത്ത കാലത്ത് വരെ എന്നെ അന്വേഷിച്ച് ഇവിടെ വരുമ്പോൾ നാട്ടുകാർ പോലും ആ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പല്ലേ ആ കാട്. അപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ മനസ്സുകൊണ്ട് സന്തോഷിക്കുകയായിരുന്നു. കാര്യം എൻ്റെ മനസ്സിലും ഒരു ഫോറസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ വിജയത്തിലേക്കാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ കൂടുതൽ ഊർജ്ജസ്വലനായി ഞാൻ കൂടുതൽ കളക്ട് ചെയ്യണമെന്ന് ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഈ പറഞ്ഞ മാതിരി 10,000-3000 മേലെ സസ്യങ്ങൾ എൻ്റെ ശേഖരത്തിലുണ്ട്. പിന്നെ ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ, ഈ ഒത്തിരി സ്റ്റുഡൻസ്, സ്കൂൾ സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസും ഇവിടെ ഇതിന് റിസർച്ചിന് വരാറുണ്ട്. പിന്നെ ആയുർവേദ ഡോക്ടർമാർ, പ്രൊഫസർമാർ, ഇങ്ങനെ ഒത്തിരി ഗ്രൂപ്പുകൾ വരാറുണ്ട്. അതുകൂടാതെ PhD എടുക്കാൻ പോലും ഇവിടെ കുട്ടികൾ വരാറുണ്ട്. ഈ ഒരു 2 ആഴ്ച മുമ്പ് തന്നെ വന്നിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി ഞാനോ എൻ്റെ കുടുംബം മാത്രമല്ല അനുഭവിക്കുന്നത്. ശരിക്കും ഈ ഇന്ന് നമ്മൾ ഇനി അടുത്ത നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഓക്സിജൻ്റെ പ്രശ്നമാണ്. ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ വെള്ളം കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു തള്ളിയ ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇനി ഓക്സിജൻ വളരെ രൂക്ഷമായൊരു സംഭവമാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഓക്സിജൻ ഇല്ലെങ്കിൽ മനുഷ്യനില്ല. ഓക്സിജൻ മീൻസ് പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല. ഇല്ലാതായെങ്കിൽ പ്രകൃതി ഒരു തഴച്ചു വളരാൻ മോശം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് അത് അംഗീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം.
ഇതിപ്പോൾ ഈ ഞാൻ താമസിക്കുന്ന വീട് ഏകദേശം ഒരു 120 വർഷം പഴക്കമുള്ളതാണ്. പിന്നെ അതിൻ്റെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, 120 വർഷം എന്ന് പറഞ്ഞാൽ അന്ന് രാജഭരണമാണ്. ഈ വീട് കല്ലിടുമ്പോൾ രാജാവ് വന്നിട്ട് കല്ലിട്ടതായിട്ടാണ് ആ ഒരു ചരിത്രം കൂടി ഇത് ഉണ്ട്. അന്ന് അതായത് അച്ഛനും അപ്പൂപ്പനൊക്കെ ആയിട്ട് രാജകുടുംബമായിട്ട് അന്നത്തെ ആ നല്ല ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അത് അന്ന് രാജാവ് വന്നിട്ടാണ് കല്ലിട്ടത്. കൂടാതെ ഞങ്ങളെല്ലാവരും ജനിച്ച വീടാണിത്. ഇന്നിപ്പോൾ വേറൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം, എല്ലായിടത്തും ടെറസ് വീടുകളാണ്. എല്ലായിടത്തും ബോർഡിട്ട വീട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ ഈ പ്രദേശത്ത്. പക്ഷെ അതിൻ്റെ ഉള്ള വാസം വളരെ ഇപ്പോൾ എല്ലാ വീടുകളിലും എന്താ പറയുക, ഫാനും പിന്നെ AC ഒക്കെ ആയി. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളൂ. AC ഇല്ലാത്തൊരു വീടും കൂടിയാണ് ഇത്. ഞാൻ എടുത്തു പറയാൻ, നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ആ മെറ്റീരിയൽ നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അടങ്ങുന്നതായിരുന്നു. ഇന്ന് നമ്മൾ ഒരുപാട് പുരോഗമിച്ചെങ്കിലും ആരോഗ്യപരമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയാണ്. ഇതിൽ വസിക്കാൻ അതിന് കുറച്ചുകൂടി മുൻപത്തെ തലമുറ എടുക്കുകയാണെങ്കിൽ അന്ന് ഓലപ്പരയായിരുന്നു. ഞാനും ഓലപ്പരയിലൊക്കെ വേറെ സുഹൃത്തിൻ്റെ അവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രകൃതിക്കിണങ്ങുന്ന ആ വീടും ഞാൻ സംരക്ഷിച്ചു വരുന്നുണ്ട്. പിന്നെ എൻ്റെ ശേഖരത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ 3000 എന്ന് പറഞ്ഞാൽ അതിൽ കുറേ എണ്ണം അപൂർവമായിട്ടുള്ള സസ്യങ്ങളാണ്. അതിലെടുത്ത് പറയാവുന്നത് 1-2 ഞാൻ പറയാം. ചെന്തുരിണി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്. ലോകത്ത് വെച്ച് കുളത്തിപ്പുഴയിൽ മാത്രമേ ഉള്ളത്. കുളത്തിപ്പുഴയിൽ ഈ പറഞ്ഞ ചെന്തുരിണി, ആ സ്ഥലപ്പേര് തന്നെ വന്നത് ആ മരത്തിൻ്റെ പേര് കൊണ്ടാണ്. അത് എൻ്റെ ശേഖരത്തിലുണ്ട്. കൂടാതെ ഈ സസ്യങ്ങളെ ഏത് സസ്യം എടുത്താലും അതിൻ്റെ അപരന്മാരൊത്തിരി ഉണ്ട്. ഇപ്പോൾ ചെന്തുരിണിയോ അല്ലെങ്കിൽ അശോകം, ഏതും മരം എടുത്താലും അതിൻ്റെ അപരന്മാർ. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ലതിനെ കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഏത് പ്ലാന്റും 100% നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ സാധിക്കണമെന്നെങ്കിൽ അതിൻ്റെ ഫ്ലവർ കാണണം. അത് എല്ലാം ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ചിലത് ഒരുപാട് സമയമെടുത്ത് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വേരുകളും അതിൻ്റെ ഞരമ്പ് അതുപോലെ പല പട്ട അല്ലെങ്കിൽ അതിൻ്റെ ആകൃതി വളർച്ചയൊക്കെ നോക്കിയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഓരോ പ്ലാന്റും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ശേഖരത്തിൽ എടുത്ത് പറയാവുന്നത് ചെന്തുരിണി പോലെ തന്നെ അഷ്ടവർഗത്തിൽ കാണുന്ന മഹാമേധ ഇന്ന് ഇല്ലയെന്ന് തന്നെ പറയാം. ആ പ്ലാന്റ് അതും എൻ്റെ ശേഖരത്തിലുണ്ട്. പിന്നെ കുറേ ഗ്രൂപ്പുകൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ദശമൂലം, ദശപുഷ്പം, തൃകടു, ത്രിഫല, നാൽപ്പാമ്പരം, പഞ്ചവൽക്കം, ത്രിഗന്ധ, നക്ഷത്രവൃക്ഷങ്ങൾ, അങ്ങനെ ഓരോ ഗ്രൂപ്പുകൾ. പക്ഷേ ഇത് പറയുമ്പോൾ പെട്ടെന്ന് സാധിച്ചെങ്കിലും ആ ഗ്രൂപ്പുകളെയും ഞാൻ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ വരാറുണ്ട്. അവർക്ക് ശുദ്ധമായ പ്ലാന്റ് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു എൻ്റെ ഒരു ചുമതലയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിലെ ഉള്ള ഓരോ സസ്യങ്ങളെ പറ്റിയും നമ്മൾ അടുത്ത തലമുറയ്ക്ക് ആ അറിവ് പകരുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ എൻ്റെ കൊച്ചുമക്കളുണ്ട്. ഞാൻ ഇവിടെ ഒരു ചെറിയ നഴ്സറിയും കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട്. ആ നഴ്സറിയിൽ ഈ പറഞ്ഞ ഗ്രൂപ്പുകളും എല്ലാം എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇത് അന്വേഷിച്ച് വരുമ്പോൾ ഞാൻ അവരെയും കൂടി പങ്കാളികളാക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത്, ഇപ്പോൾ എൻ്റെ കൊച്ചുമകനോട്, അവൻ 10th എടാ ആ നക്ഷത്രവൃക്ഷങ്ങളൊന്ന് സെറ്റാക്കി തരിക എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലാതെ തന്നെ ആ 27 നക്ഷത്രവൃക്ഷങ്ങളും ശുദ്ധമായി അവൻ ശേഖരിച്ച് വരുന്നുണ്ട്. പിന്നെ ഇത്തവണത്തെ വേറെ എടുത്തു പറയേണ്ട കാര്യം, എല്ലാ കോളേജുകളിലും പിന്നെ സ്കൂള് അതുപോലുള്ള സ്ഥലങ്ങളിൽ എക്സിബിഷൻ്റെ തലേദിവസം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തവണ അവൻ്റെ സ്കൂളിൽ എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല. കാരണം അവൻ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതും ഒരു അഭിമാനമുള്ള കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ടത്, നമ്മൾ ഈ ഇളം തലമുറയ്ക്ക് സ്കൂൾ തലത്തിൽ ഞാനെപ്പോഴും ആലോചിക്കുന്ന കാര്യം പറയാറുണ്ട്. നമ്മളത് ഗവൺമെൻറ് തന്നെ അതിൽ കൈകടത്തണമെന്ന് ഞാൻ പറയുള്ളൂ. സ്കൂൾ തലത്തിൽ ഒരു പീരീഡെങ്കിലും ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ട് ഈ ചെടികളെ ഒരു 10 ചെടികളെങ്കിലും ഓരോ കുട്ടിയും തിരിച്ചറിയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവരണം. അതിൻ്റെ പിന്നെ ഞാൻ ഇത്രയും കൂടുതൽ ശേഖരിച്ച് വന്നപ്പോൾ ഓരോ പേരുകൾ മാത്രമേ എനിക്കറിയാൻ പാടില്ലായിരുന്നു.
പിന്നെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം, ഫാമിലി, അതിൻ്റെ യൂസ് അറിയണം എന്നായി. ഇപ്പോൾ ഈ പറഞ്ഞ 3000 ഇനങ്ങൾ, ഏകദേശം 3000 ഇനം ഇവിടെ ഉണ്ട്. അതിൽ 150ഓളം സസ്യങ്ങൾ ഏകവൃഷിയാണ്. ബാക്കി കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ മെഡിസിൻ പ്ലാന്റ്സുകൾ. ഇപ്പോൾ അതിൻ്റെ ഓരോ വേർതിരിപ്പിൻ്റെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞത് ശുദ്ധീകരിച്ച് അവനെ വേർതിരിച്ചുകൊണ്ട് അത് പരാഗണത്തിൽ സംഭവിക്കാം, പലതരത്തിൽ ഇത് മാറ്റങ്ങൾ വരാം. പിന്നെ അതുപോലെ അതിനെ വേർതിരിച്ചുകൊണ്ട് അതിനെ സംരക്ഷിച്ച് വരികയാണ്. ഈ പ്ലാന്റ്സ് ശേഖരണത്തിന് വേണ്ടി ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, പലപ്പോഴും എൻ്റെ കൈവശമുള്ള പ്ലാന്റിന് അറിയാതെ ഇങ്ങനെ അതിനു വേണ്ടി തന്നെ യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അന്ന് നമുക്ക് തിരിച്ചറിയാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഫേസ്ബുക്കും ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം ആയി. അതുകൊണ്ട് ഒരുപാട് അനാവശ്യമെന്ന് ഞാൻ പറയില്ല, അതുകൊണ്ട് പല ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ യാത്രകൾ ചെയ്തിട്ട് പ്ലാന്റ്സ് ശേഖരിച്ച് ഒരുപാട് ഈ റയർ പ്ലാന്റ്സ് പലയിടത്തുനിന്നും കളക്ട് ചെയ്ത് ഇങ്ങനെ. അപ്പോൾ യാത്രയിൽ ഞാൻ എടുത്ത് പറയാൻ കാരണം, ഈ ഭാഗത്തുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള പേരല്ല വേറെ അന്യനാട്ടിൽ അല്ലെങ്കിൽ അന്യ സ്ഥലത്ത് പോകുമ്പോൾ. അങ്ങനെയാണ് ഈ അനാവശ്യ യാത്രകളെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ ഈ മരങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ അപരന്മാർ ഒത്തിരി ഉണ്ട്. അതുകൂടാതെ പിന്നെ ഓരോ മരത്തിനും ഓരോ സവിശേഷത. ഇപ്പോൾ ആൽവർഗ്ഗങ്ങൾ, ഫൈക്കസിൽ ഇപ്പോൾ അരയാലിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ആഴത്തിൽ വേരോടുന്നൊരു മരമാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നത്, ശരിക്കും ഇടിമിന്നലേറ്റാൽ അത് സ്വയം ദഹിക്കാതെ ഇറത്താക്കുന്നുള്ളൊക്കെ ഒരു പറയപ്പെടുന്നുണ്ട്. അത്ര ആഴത്തിലാണ് അരയാൽ. പിന്നെ ഓസോൺ ഇതിനെ ചെറുക്കാനുള്ള കഴിവുകൾ ഫൈക്കസിനെല്ലാം തന്നെ, അരയാലിൽ പ്രത്യേകിച്ച്. പിന്നെ പേരാലിനെ പറ്റി ഒരു പഴഞ്ചൊല്ല് തന്നെ ഇടും, പേരാലുള്ളിടം ജലത്തിന് ക്ഷാമമില്ല എന്നുള്ളതാണ്. കാര്യം ആൾവർഗ്ഗമാണെങ്കിലും പലർക്കും ധാരണയുണ്ട് ആലുണ്ടെങ്കിൽ അവിടെ വെള്ളത്തിന്, പക്ഷേ പേരാൽ ഉള്ളിടം ജലത്തിന് ക്ഷാമം ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത് സത്യമുള്ള കാര്യമാണ്. പിന്നെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, നാഗലിംഗ മരം ഇന്നും വീടുകളിൽ നടാൻ പേടിക്കുന്ന ആൾക്കാർ മടിക്കുന്നൊരു മരമാണ് നാഗലിംഗം, കാനൻ ബോൾ ട്രീ എന്ന് പറയും. അത് ശരിക്കും അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 18 മുതൽ 20 കിലോമീറ്റർ വരെ അന്തരീക്ഷം ശുദ്ധീകരിക്കുക എന്നുള്ള പവർ ആ മരത്തിനുണ്ട്. 18 മുതൽ 20 കിലോമീറ്റർ. കൂടാതെ ഏറ്റവും കൂടുതൽ ജൈവാംശം ഭൂമിയിലേക്ക് തരിക. അതായത് 2-3 മാസം കൂടുമ്പോൾ മൊത്തം ഇല പൊഴിഞ്ഞുകൊണ്ട് നമുക്ക് ആ ജൈവാംശം ഭൂമിയിലേക്ക് തരുന്നുണ്ട്. നമുക്ക് ആ നേരത്തൊക്കെ നമ്മൾ മരം ഉണങ്ങിപ്പോയി എന്ന് പോലെ തോന്നില്ല, പക്ഷേ 2-3 ദിവസം കൊണ്ട് അത് വീണ്ടും പച്ചപ്പിലേക്ക് വരികയാണ്. അങ്ങനെ ഓരോ മരത്തിനും ഓരോ വ്യത്യസ്തമായിട്ടുള്ള സവിശേഷത ഉണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഇന്ന് നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു നാഗവള്ളി എന്ന് പറഞ്ഞൊരു, അത് വള്ളിച്ചെടിയാണ്. പേര് പോലെ തന്നെ ഒരു നാഗം, ഒരു സർപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെയാണ് അതിൻ്റെ ആകൃതി. പകൽ വെളിച്ചത്ത് പോലും നമുക്കത് കണ്ടു കഴിഞ്ഞാൽ അത് പാമ്പാണോ എന്നുള്ള തോന്നൽ നമുക്ക് പേടിക്കും. അത് അത്രയ്ക്ക് എന്താ പറയുക, സാമ്യമുള്ള വള്ളിയാണ്. അത് പല യാഗങ്ങൾക്കും എടുക്കുന്നതാണ്. ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം. കൂടാതെ അത് ഇങ്ങനെ പൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ശിൽക്കാര ശബ്ദമുണ്ട്, പാമ്പ് ചീറ്റുന്ന മാതിരി. ആ പേര് പോലെ തന്നെ ആ ശബ്ദം കൂടിയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നാഗലിംഗത്തിൻ്റെ ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സർപ്പം ഇങ്ങനെ പത്തി വിടർത്തി നിർത്തി അതിൻ്റെ ചുവട്ടിൽ ഒരു ശിവലിംഗം പോലെ ഒരു സംഭവം പറയാം. അപ്പോൾ ഓരോ പേരിലും അതിൽ സയൻസ്, പിന്നെ അതിൻ്റെ എന്താ പറയുക, അതിൽ കുറേ സംഭവങ്ങൾ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ ആൽവർഗം തന്നെ ഫൈക്കസ് കൃഷ്ണ എന്ന് പറയും, കൃഷ്ണനാൽ. ശരിക്കും കുമ്പിളാൽ എന്നൊക്കെ ഓമനപ്പേരിൽ അറിയാം. അതിൽ ശ്രീകൃഷ്ണനെ അതിൻ്റെ ഇത് പറയുന്നുണ്ട്. അതായത് ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ വെണ്ണ എടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു തവിമായിട്ടുള്ള ഒരു സംഭവമാണ് അതിനെപ്പറ്റി. പക്ഷെ എന്തോ ആയിക്കോട്ടെ, അതിൽ ശേഖരിക്കപ്പെടുന്ന മഴക്കാലത്ത് വെള്ളം ശേഖരിക്കപ്പെടും, അല്ലെങ്കിൽ മഞ്ഞുകാലത്ത് ആ ജലം എടുത്ത് നമുക്ക് ഒരുമാതിരി സ്കിൻ ഡിസീസിനൊക്കെ ഉപകാരപ്പെടും, അല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചു വയ്ക്കാം. പിന്നെ രാമനാലുണ്ട്. അങ്ങനെ ഓരോ മരങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ കുറേ ചരിത്രങ്ങൾ, കുറേ സയൻസ്, കുറേ സത്യങ്ങൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ്.
ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഓരോ യാത്രയിലും കുറേ സീഡുകൾ കയ്യിൽ കരുതും. കാരണം നമ്മൾ ചെല്ലുന്നിടത്ത് എനിക്ക് മനസ്സിൽ അനുയോജ്യം തോന്നുന്ന സ്ഥലത്തേക്കൊക്കെ ഈ സീഡ് വലിച്ചെറിഞ്ഞ് വരിക. അതായത് നമ്മളുടെ അതുകൊണ്ടുള്ള ഗുണം, ഒരാളോടും അനുവാദമില്ലാതെ തന്നെ നമുക്ക് ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ആ സീഡുകൾ എറിഞ്ഞ് ഈ പച്ചപ്പിനെ വളർത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ പിന്നെ അതുകൂടാതെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു NGO ആയിട്ട് ചേർന്ന് ഞങ്ങൾ 5-8 പേര് ഉണ്ടായിരുന്നു, 8-10 പേരുണ്ട്. NGO കന്യാകുമാരിയിൽ നിന്ന് മരം നടാൻ തുടങ്ങി. കന്യാകുമാരിയിൽ നിന്ന് ഋഷികേശ് വരെ മരം നടാൻ സാധിച്ചു. അത് വളരെ സന്തോഷം. അതിലൊരു പങ്കാളിയാകുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വലിയ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ പരിപാടി ഇങ്ങനെ കണ്ടിട്ട് ആ പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നിന്ന് ഒരു സുനിൽ എന്ന അദ്ദേഹം ഓൾ ഇന്ത്യ യാത്ര, ഈ സീഡ് ആയിട്ട് ഓൾ ഇന്ത്യ യാത്ര ചെയ്യുന്നുണ്ട്. അത് എല്ലാ സ്റ്റേറ്റിലും ഈ പറഞ്ഞ സീഡുകൾ എന്താ പറയുക എറിഞ്ഞ് പ്രകൃതിയെ വേണ്ട വിധം സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശിച്ചു കൂടി ആ ഒരു പ്രയാണത്തിൽ ഞാൻ പങ്കാളിയാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോ യാത്രയിലും എൻ്റെ ഫാമിലിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആദ്യ യാത്ര മുതൽ തന്നെ ഞാൻ അത് ആരംഭിച്ചത്. കാരണം നമുക്ക് ഏത് സംഭവത്തിലും ഫാമിലി സപ്പോർട്ട് വേണം. ഇപ്പോൾ ഫാമിലി മൊത്തം എനിക്ക് ഫുൾ സപ്പോർട്ടിലാണ്. മകനും കൊച്ചുമകനും ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ കുടുംബം. ഇത് വൈഫ്, ഇത് മകൻ, മരുമകൾ, കൊച്ചുമക്കൾ, 3 പേരും കൊച്ചുമക്കളാണ്. എൻ്റെ പേര് ആനന്ദ്. ഞാനിപ്പോൾ ഒരു 6 വർഷമായിട്ട് ഈ എന്താ പറയുക ഈ കാട് നോക്കി നടത്തുന്നു അച്ഛൻ്റെ കൂടെ. ഇത് എൻ്റെ വൈഫ് ഡോക്ടർ ശ്യാമ, പുള്ളിക്കാരത്തി ഡെൻറ്റിസ്റ്റാണ്. ഇവിടെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു ഡെൻ്റൽ ക്ലിനിക്കുണ്ട്, അത് നടത്തുന്നു. ഇത് മൂത്ത മകൻ ശാന്തനു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഭവൻസ് ഗിരിനഗറിൽ പഠിക്കുന്നു. ഇത് രണ്ടാമത്തെ ആൾ സാത്വിക്, അവൻ 6ൽ പഠിക്കുന്നു, ഭവൻസ് ഗിരിനഗറിൽ തന്നെ. ഇത് ഇളയ മോള് ആരാധ്യ, അവൾ ഭവൻസ് ടാങ്ഷഡ് പാലസ് അവിടെ UKGയിൽ പഠിക്കുന്നു. ഞാൻ പഠിച്ചത് MBA ആയിരുന്നു. MBA പഠിച്ച് ഞാൻ ബാങ്കിൽ ജോലി കിട്ടി. അങ്ങനെ സെയിൽസിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അവിടെ വർക്ക് ചെയ്തിരിക്കുമ്പോഴും എനിക്കറിയാം എന്നാണെങ്കിലും എനിക്ക് ഈ ഇതിലോട്ട് അതായത് ഇത്രയും നാളായിട്ട് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഈ ഒരു സംഭവം നോക്കി നടത്തേണ്ടി വരും നമുക്കറിയാം. പിന്നെ നമ്മുടെ ബ്ലഡിൽ ഓൾറെഡി ഉണ്ട്. ഞങ്ങളൊരു കർഷക കുടുംബം തന്നെയാണ്. അപ്പൂപ്പൻ നല്ലൊരു കൃഷിക്കാരൻ, അച്ഛൻ നല്ലൊരു എന്താ പറയുക ഇങ്ങനെ ഒരു കാർഷിക അനുബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ 6 വർഷം മുൻപ് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത്, ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഇതിലോട്ടിപ്പോൾ ജോയിൻ ചെയ്തത്. അതിലിനിയിപ്പോൾ അടുത്ത ജനറേഷനായിട്ടുള്ള ഇപ്പോൾ മോനാണെങ്കിലും 2 മക്കളും മോളും എല്ലാവർക്കും ഇതിനോട് വലിയ താല്പര്യമാണ്, മൂത്ത മോന് പ്രത്യേകിച്ചും. അപ്പോൾ അവരിലൂടെ ഇതിങ്ങനെ അടുത്ത തലമുറയിലേക്ക് പോകും എന്നൊരു പ്രതീക്ഷയുണ്ട്. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആനിമൽ ഫാർമിങ്ങിലാണ്. എൻ്റെ വീട്ടിൽ 3 പശുവുണ്ട്, ഒരു പട്ടിയുണ്ട്, പിന്നെ കുറച്ച് കിളികളും പിന്നെ ഫിഷൊക്കെ ഉണ്ട്.
അടുത്ത കാലം വരെ ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ബയോഡൈവേഴ്സിറ്റി ഫാം സ്കൂളായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഇവിടെ ഏകദേശം 2 മുതൽ 3 ഡിഗ്രി വരെ സെൽഷ്യസ് ചൂട് കുറവാണ്. പിന്നെ എനിക്ക് കുറച്ച് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ബയോഡൈവേഴ്സിറ്റി അവാർഡ്, പിന്നെ വനമിത്ര അവാർഡ്, പിന്നെ CPCRAയുടെ സൗത്ത് ഇന്ത്യ, അതായത് കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഈ 3 സ്ഥലത്ത് നിന്നും 100 കർഷകരെ മൊത്തം തിരഞ്ഞ് അതിലൊരാളാണ് ഞാൻ. പിന്നെ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, നമ്മൾ വെള്ളം കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ എല്ലാവരും. ഇനി അടുത്തത് ഓക്സിജൻ്റെ പ്രശ്നമാണ്. അത് വളരെ രൂക്ഷമായിട്ട് വരികയാണ്. ഓരോരുത്തരും ഒരു മരമെങ്കിലും നടുക എന്നുള്ള ഇതിലേക്ക് വന്നില്ലെങ്കിൽ നാളെ നമ്മൾ അല്ലെങ്കിൽ അടുത്ത തലമുറ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ വളരെ ഭയാനകമായിട്ടുള്ള സ്ഥിതിയിലേക്ക് മാറും. അത് നമുക്ക് ഓരോരുത്തരും വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന കാര്യമാണ്. ഓരോരുത്തർ ഒരു മരമെങ്കിലും നടുക. ഇപ്പോൾ നമ്മളുടെ മലയാളികളുടെ ഇടയിൽ ഒത്തിരി മരങ്ങൾ ഇങ്ങനെ എന്നെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിൽ അതൊരു അന്ധവിശ്വാസം എന്ന് പറയാം. പിന്നെ കുറച്ച് സയൻസും ഉണ്ട്. നമുക്ക് ഇന്നും അശോകമരം നടാൻ പേടിക്കുന്ന കൂട്ടരാണ് നമ്മൾ മലയാളികൾ. അശോകം, അതിന് കാരണം പറയുന്നത് സീതാദേവി ദുഃഖിതയായിട്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ശരിക്കും അത് സംഭവം അശോകം എന്ന് പറഞ്ഞാൽ സ്ത്രീ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും എടുക്കുന്ന മരമാണ് അശോകം. അതായത് അശോകാരിഷ്ടം, അശോകഘൃതം, ഇങ്ങനെ ഒത്തിരി അതിൻ്റെ ഫ്ലവർ വരെ നമുക്ക് കഴിക്കാൻ നല്ലതാണ്. പിന്നെ സീതാദേവി ഇരുന്നതെന്ന് പറഞ്ഞാൽ ഇത് അശോകവനിയിൽ ശിംശിബ എന്നുള്ള വൃക്ഷത്തിൻ്റെ അടിയിലാണ് സീതാദേവി ഇരുന്നത്. മനസ്സിലായി. ഇന്നും അതുപോലെ വേറെ ഒത്തിരി മരങ്ങൾ നമ്മൾ മലയാളികൾ നാരകം നടില്ല. നാരകം നടാൻ ഒരു പ്രശ്നമില്ല. ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇടയിൽ ചെമ്പകം നടില്ല. ചെമ്പകത്തിൻ്റെ പറയുന്നത് ചെമ്പകം നട്ട് കഴിഞ്ഞാൽ പെരക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ അതിൽ കാരണവർ മരിക്കും എന്നുള്ളതാണ് ചൊല്ല്. കാരണവർ വയസ്സായ ആൾ. സംഭവം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഓലപ്പെരയായിരുന്നു. ഓലപ്പെര എന്ന് പറഞ്ഞാൽ കൃഷിക്കാരാണ് കൂടുതലും. അപ്പോൾ പ്രായമുള്ളവർ തീർച്ചയായിട്ടും പെരക്കകത്തായിരിക്കുള്ളൂ. ചെമ്പകത്തെ പറ്റി പറയുകയാണെങ്കിൽ കാതലില്ലാത്ത മരമാണത്. കാതലില്ലാത്ത മരം ഒടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ കുറേ പിന്നെ ഒരു മരം എടുത്ത് പറയേണ്ടത് നമ്മുടെ കടച്ചക്ക നട്ട് കഴിഞ്ഞാൽ കടം കയറിയ ആൾ ആ വീട് മുടിയെന്നാണ്. അങ്ങനെ ഒത്തിരി ഈ പറഞ്ഞ മരങ്ങളെല്ലാം ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നതുകൊണ്ട് ഈ നട്ടാൽ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ മരങ്ങൾ എൻ്റെ കളക്ഷനിലുണ്ട്. കടച്ചക്കേൻ്റെ 7-8 മരങ്ങളുണ്ട്. ചെമ്പകം ഞങ്ങളുടെ പെരയുടെ മുകളിൽ അങ്ങേ അറ്റെത്തി. പിന്നെ ഇതുപോലെ മറ്റേ നാഗലിംഗമരം അമ്പലങ്ങളിൽ മാത്രം നാഗലിംഗമരം 3 മരം നട്ടിട്ടുണ്ട്. ഞാൻ ഇത് പഴയ വിശ്വാസങ്ങളെ എന്താ പറയുക വെല്ലുവിളിക്കുകയല്ല, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ കാണിച്ച് അത് നട്ട് അതിൻ്റെ അപകട സാധ്യത എന്തോരം ഉണ്ടെന്ന് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം.